ലാലുവേ നാളെ തന്നെ ഇവിടെ എല്ലാം വെട്ടി വൃത്തിയാക്കിയാണേ. നാളെയോ? നാളെ എനിക്ക് വേറെ പണിയുണ്ടളിയാ. നാളെ നീ ഒരു പണിക്കും പോകുന്നില്ല, നിന്നെ ഇവിടെ വേണം. ഓ അതല്ലളിയാ, ഞാൻ ഏറ്റുപോയതാ. അത് മാത്രമല്ല, ഇതൊരു ദിവസം കൊണ്ട് തീരത്തില്ല. തീർക്കണം മോനെ, ഞങ്ങളിത് വാങ്ങിച്ചതേ വീട് വെക്കാനൊന്നുമല്ല, ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടിയാ. ലാലു, നീ ഒറ്റ ദിവസം കൊണ്ട് തീർത്താ ഞങ്ങൾക്ക് അത്രയും ലാഭം. അതല്ലടാ, ആ വീടിനോട് ഞാൻ എന്തോ പറയും. അതെന്തായാലും ചെയ്യ്, നീ വന്ന് വണ്ടി കയറാൻ നോക്ക്. എന്താണ് ഇന്നത്തെ രൂമിഞ്ഞ നാറ്റം? പുറത്ത് നിന്നപ്പോഴും ഉണ്ടായിരുന്നു, ഇതെങ്ങനെ വണ്ടിക്കകത്ത് കയറി? ഇപ്പം നല്ല മഴയല്ലേ കളിയാ, കഴുകിയിട്ട ഷർട്ടൊന്നും നന്നിട്ട് ഉണങ്ങിയിട്ടില്ല. അതാ എൻ്റെ ലാലു, ഇതൊരു വല്ലാത്ത ഇതായി പോയി. ഇവിടെ നീ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയാണല്ലോ ഇവിടെ. അന്ന് ഞാൻ കുറേ സഹിച്ചു തന്നു നിന്റെ നാറ്റം. എൻ്റെ പൊന്നു ചേച്ചി, നീ വണ്ടി ഇടല്ലേ, വണ്ടി മൊത്തം നാറും. പെട്ടെന്ന് നോക്കാം. ശരി കളെ മകളെ, പുള്ളി എനിക്ക് നാറ്റം സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറച്ചു നേരം പുറത്തിറങ്ങിക്കട്ടെ. ഓ എന്താടാ? എടാ, എവനെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല കേട്ടോ. പക്ഷേ നീ അങ്ങനെ പറയല്ലേ ജയശേ. കാര്യം അവൻ നമ്മുടെ കൂടെ പഠിച്ച കൂട്ടുകാരനൊക്കെ ശരിയാണ്, പക്ഷേ ഒരുപാട് അങ്ങ് അടുപ്പിക്കല്ലേ അവനെ. എടാ, നമുക്കിപ്പോൾ അത്യാവശ്യം നിലയും വിലയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ സ്റ്റാൻഡേർഡിൽ തന്നെ നിൽക്കണം. എടാ, കാര്യമൊക്കെ ശരിയാ. നമ്മളൊരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ വൃത്തിയായിട്ട് ചെയ്തു തരുന്നില്ലേ? പിന്നെ നമ്മൾ കൊടുക്കുന്ന കൂലി കുറവാണെങ്കിലും ഒരു അക്ഷരം മിണ്ട അവൻ വാങ്ങിച്ചിട്ട് പോകുന്നില്ലേ? അതുകൊണ്ട് എടാ, നീ ഞാനും നാട്ടിലില്ലാത്തപ്പോൾ നമ്മുടെ പല കാര്യത്തിനും അവനില്ലടെ ഓടി നടക്കുന്നത്. എടാ, അതൊക്കെ അവന് നമ്മളെ കൊണ്ട് പ്രയോജനം ഉള്ളത് കൊണ്ട് ചെയ്യുന്നതാണ്. എടാ, നീയും ഞാനും അവന് എത്ര തവണ കാശ് കടം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവൻ പറഞ്ഞ സമയത്ത് തിരിച്ചു തന്നിട്ടില്ലോടാ. അതൊക്കെയുണ്ട്. എടാ, നീ നോക്കൂ, നമ്മൾ അവനോട് എന്ന് കാശ് കടം ചോദിക്കുന്നു ആ നിമിഷം അവൻ തിരിക്കും. അതൊക്കെ നിനക്ക് തോന്നുന്നേ? ബെറ്റുണ്ടോ? ഞാനിപ്പം കാണിച്ചു തരാം. അളിയ ലാലു, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. കുറച്ച് പൈസ മുറിക്കാൻ പറ്റുമോ? കൂടുതലൊന്നും വേണ്ട, ഒരു 25,000 രൂപ. 25,000 രൂപ? അളിയാടാ, ഞാൻ എങ്ങനാടാ? എടാ, നിനക്കൊരാവശ്യം വരുമ്പോൾ ഞങ്ങൾ മുറിച്ച് തരുന്നില്ലോടാ. ഇതിപ്പോൾ ഞങ്ങൾ അത്രയ്ക്ക് ടൈറ്റായി പോയിട്ടാ. നീ എങ്ങനെങ്കിലും അറേഞ്ച് ചെയ്ത് രാവിലെ ജയേഷിൻ്റെ വീട്ടിലോട്ട് പോവാ, ഞങ്ങൾ അവിടെ കാണും. നീ നോക്കൂ, ഇനി അവൻ നമ്മുടെ പരിസരത്ത് അടുക്കത്തില്ല. വാ. പാവം, അവന് കാശ് റെഡിയായി കാണത്തില്ലായിരിക്കും. എവിടുന്ന്? അവനെ കൊണ്ടങ്ങനെ കൂട്ടിയേ കൂടൂ. നിനക്കെന്താ? ശേ, അവനോടത് വേണ്ടായിരുന്നു. എന്ത്? ഇപ്പം ആ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലയോ? അവൻ്റെ ഐസാട്ടം ഒഴിവായി പോയില്ലയോ? എടാ, ഒരു മിനിറ്റ്, ഇപ്പം വരാം. ഇപ്പോൾ എടാ, ഞാൻ ഒരുപാട് അടുത്ത് ചോദിച്ചടാ, എങ്ങനെയും കിട്ടിയില്ല. ഞങ്ങളിവിടെ പറഞ്ഞായിരുന്നു. അത് സാരമല്ലടാ ലാലു. ഇല്ല, എനിക്ക് സാധനം കളിയാ. ഞാൻ എൻ്റെ സ്കൂട്ടർ ബൈക്കച്ചവടക്കാരൻ സലീമിന് വിറ്റു. എന്നാ 25,000 രൂപ. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എൻ്റെ 5 സെൻറ്റിൻ്റെ പ്രമാണം ഇരിപ്പുണ്ട്, നമുക്ക് സൊസൈറ്റി വെച്ച് എന്തെങ്കിലും ചെയ്യാം. എടാ, ഞാൻ നമ്മുടെ വസ്തുവിലോട്ട് പോവാം. ഇച്ചിരി ലേറ്റ് ആയാലും ഇന്ന് തന്നെ പണി തീർത്ത് തരാം. ഓക്കെ, പോട്ടെ കളിയാ. കളിയാ പോന്നു. അനന്താ, നിനക്ക് തെറ്റുകളിയാ. നമ്മളെക്കാൾ നിലയും വിലയുണ്ടടാ അവൻ്റെ നല്ല മനസ്സിന്.